ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? ഞാനിന്ന് മീൻ മുളകിടുന്ന ഒരു വീഡിയോസാണ് കേട്ടോ. അപ്പോൾ മീനൊക്കെ നല്ല വൃത്തിയായി കഴുകി വെച്ചിരിക്കണ്. ഒരു പുലിമുറുകൻ പറഞ്ഞിട്ടൊരു മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി അത് മുളകിടാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 വലിയ ഉള്ളി എടുത്തിക്കണ്, 2 പച്ചമുളക്, 3 തക്കാളി. അപ്പോൾ നമുക്കൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി വെച്ച് കൊടുത്ത് സ്റ്റൗ കത്തിച്ച് കൊടുത്തു കേട്ടോ. അപ്പം ഇനി നമുക്കിതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം. ഞാൻ ഗോൾഡ് വിന്നറാണ് കേട്ടോ കൊടുക്കുന്നത്. നമുക്ക് ഏത് എണ്ണയാണ് നമ്മളെ വീട്ടിൽ ഏത് എണ്ണയാണ് ഉള്ളത് ആ എണ്ണ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഏതെണ്ണ കറി വെക്കാൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ എണ്ണയ്ക്ക് എടുക്കാം. അപ്പോൾ ഞാൻ എണ്ണ ചൂടായി വന്നു കേട്ടോ. അതിക്ക് 2 മണി ഉലുവ ഇട്ട് കൊടുക്കാം. ആ ഉലുവ വന്ന് ഇങ്ങോട്ട് പൊട്ടി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ആ ഉലുവ അങ്ങനെ പൊട്ടി വന്നു. അപ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ച ഉള്ളി ഉണ്ടല്ലോ, ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്നും കൊണ്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു പാകത്തെ മൂപ്പാവുമ്പോൾ നമുക്ക് അതിക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ മീൻ കിട്ടിയപ്പോൾ നമുക്കൊരു എന്താ പറയുക, പുലിമുറുകൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആകെ അന്തം പൊട്ടു കേട്ടോ. ഏതായാലും വേണ്ടില്ല എന്ന് പറഞ്ഞ് വാങ്ങി നന്നാക്കി കഴുകി വെച്ചു. അപ്പോഴത്തേക്ക് 2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് അതിൻ്റെ ആ പച്ചച്ചോയ പോണ വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇതായി. അപ്പോൾ അതിക്ക് നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഉള്ളിൽ നിന്നൊക്കെ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി തക്കാളിയും കൂടി ഒന്നിട്ട് നല്ലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളി ഇട്ടു. തക്കാളി ഒന്ന് പെട്ടെന്നൊന്ന് വെന്ത് ഉടയാൻ വേണ്ടിയിട്ട് ഞാൻ തക്കാളി ഇട്ട് ഒന്ന് നല്ല ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്കിതിന് പാകത്തിനില്ല കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1.5 സ്പൂൺ ഉപ്പാണ്, സോറി കേട്ടോ, 1.5 സ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിനിട്ട് കൊടുത്തിക്കണത്. അപ്പോൾ ഉപ്പ് തികയൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഫസ്റ്റ് ആ ഉപ്പ് ഇട്ട് കൊടുത്തത് തികഞ്ഞിട്ടില്ല. പിന്നെ ഒരു സ്പൂണും കൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിക്കണം. അപ്പോൾ ഈ തക്കാളി ഒന്ന് നല്ല വെന്ത് വരട്ടെ. അപ്പം കുറച്ച് വെയിറ്റ് ചെയ്യാം. തക്കാളി ഏകദേശം വേവാനായിക്കണം കേട്ടോ. നല്ല ഒന്ന് ഉടച്ചെടുത്തിക്കണം ഞാൻ. തക്കാളിയൊക്കെ ഒന്ന് നല്ല ഉടച്ചെടുത്തിക്കണം. തക്കാളി നല്ലൊന്ന് ഉടച്ചെടുത്തു കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചെറിയൊരു സ്പൂണ് മല്ലിപ്പൊടി, ചെറുതായിട്ട് മല്ലിപ്പൊടി ചേർക്കണം, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടൂല. അതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കും. ഇത് നല്ല ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നല്ലൊന്ന് വഴങ്ങി വന്നിക്കണം, ആ പച്ചച്ചോയൊക്കെ ഒന്ന് പോയി വന്നിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇനി ഇത് നമുക്ക് അടച്ച് വെക്കാം. നല്ലൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിൻ്റെ ശേഷമാണ് ഇതിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല തിളക്കണുണ്ട് കേട്ടോ, നല്ല തിളച്ച് വന്നിക്കണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീനാണ്. മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്നും കൂടി നല്ലൊന്ന് തിളക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള മീൻ കറിയാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി ടേസ്റ്റുള്ള മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അത് നമ്മളെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മീൻ കറീൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.